ഹായ് ഗൈസ്, വെൽക്കം ടു മൈ കോ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വേറൊരു മൂവിയുടെ റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഡോണ്ട് മിസ്റ്റേക്ക് മീ, ഞാൻ ഒരു മൂവി റിവ്യൂ വ്ളോഗർ ഒന്നും അല്ല. ആൻഡ് ഞാൻ വിചാരിച്ചില്ല ഞാൻ പെട്ടെന്ന് ഒരു മൂവിയുടെ റിവ്യൂ ഒക്കെ ഇടാനായിട്ട് വീണ്ടും വരേണ്ടി വരും എന്നുള്ളത്. ഇതെൻ്റെ ഒരു ഔട്ട് ഓഫ് എനിക്ക് ഒത്തിരി എക്സൈറ്റ്മെൻറ്റ് കാരണം ഞാൻ ആ മൂവിയെ പറ്റി ഒന്ന് റിവ്യൂ ചെയ്യാമെന്ന് വിചാരിച്ച് വന്നേക്കാണ്. കാണാത്തവർക്ക് വേണ്ടിയിട്ട് രണ്ട് വാക്ക് ആ പടത്തിനെ പറ്റി. രണ്ട് വാക്കിലൊന്നും നിൽക്കില്ല എന്നാൽ പോലും. അപ്പോൾ ഞാൻ ഇത്ര എക്സൈറ്റഡ് ആയിട്ട് പറയാൻ വന്നിരുന്ന പടം ഏതാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് മഹാരാജ. വിജയ് സേതുപതിയുടെ 2024 പടം തന്നെയാണ് റിലീസായ മഹാരാജ. അപ്പോൾ നിങ്ങളോട് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ഇന്ത്യൻ 2 പോയി കണ്ടിട്ടുണ്ടായിരുന്നു, അതിൻ്റെ റിവ്യൂ ഇട്ടായിരുന്നു. അപ്പം ഇത്രയും ഒരു വളുപ്പ് പടം കണ്ടു കഴിഞ്ഞിട്ട് വി റിയലി വാണ്ടഡ് ടു ഓവർകം ദിസ്, ഈ ഒരു ക്ഷീണം ഓവർകം ചെയ്യാമെന്ന് വെച്ചാൽ ഞങ്ങൾ എന്തെങ്കിലും ഒരു നല്ലൊരു മൂവി കാണണമല്ലോ എന്നിങ്ങനെ വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ പഴയ വല്ല പടം കണ്ട് വല്ല കോമഡി പടം ഒക്കെ കണ്ടിട്ട് ഞങ്ങളൊന്ന് മനസ്സൊന്ന് ലൈറ്റൻ ചെയ്യാം. നമ്മൾ അത്രയും പൈസയും കൊടുത്ത് വലിയ ഞങ്ങളുടെ സമയം ഉറക്കവും എല്ലാം കളഞ്ഞിട്ട് പോയി കണ്ട പടമായിരുന്നു ഇന്ത്യൻ 2. അപ്പം അതിനെ ഒന്ന് അതിൻ്റെ ഒരു ഇത് കളയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നല്ലൊരു പടം വേറെ കാണാമെന്ന് വിചാരിച്ചു. മേ ബി ഒരു ഓൾഡ് പടം കാണാമെന്നായിരുന്നു ഞങ്ങൾ ചിന്തിച്ചത്. കാരണം പുതിയ പടങ്ങളെല്ലാം ഞങ്ങൾ കണ്ടു കഴിഞ്ഞു ഓൾറെഡി. അപ്പം ഈ ലാസ്റ്റ് റിലീസായിരുന്നു ഇന്ത്യൻ 2, അത് പോയി കണ്ടു. പറയണ്ട. അപ്പോൾ അങ്ങനെ യൂട്യൂബിലൊക്കെ നോക്കി ഞങ്ങൾ കുറച്ച് നേരം ഇങ്ങനെ സ്ക്രോളൊക്കെ ചെയ്ത് നോക്കിയപ്പോൾ ഞങ്ങൾക്കൊന്നും പ്രത്യേകിച്ച് കിട്ടിയില്ല. എന്നാൽ പിന്നെ ശരി, നെറ്റ്ഫ്ലിക്സ് എടുക്കാമെന്ന് വിചാരിച്ചു. നെറ്റ്ഫ്ലിക്സിൽ ഞങ്ങൾ കുറേയൊക്കെ കണ്ടു കഴിഞ്ഞ പടങ്ങളാണ്. അങ്ങനെ ഞങ്ങൾ സ്ക്രോൾ ചെയ്തിരുന്നപ്പോഴാണ് പെട്ടെന്ന് ഈ മഹാരാജ ഞങ്ങളുടെ കണ്ണിൽ പെടുന്നത്. ഞങ്ങളത് കുറേ നാളെ ഞങ്ങൾ നെറ്റ്ഫ്ലിക്സിൽ എന്തെങ്കിലും കാണുമ്പോൾ ഒക്കെ ഇരുന്ന് ഇത് വരുന്നുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളുടെ സാഹചര്യവും സമയവും കാര്യങ്ങളൊക്കെ വെച്ച് ഇത് അങ്ങോട്ട് മാച്ചായില്ല. അപ്പോൾ എന്നാൽ പിന്നെ ശരി, ഇത് കണ്ടേക്കാന്ന് വിചാരിച്ചു. കാരണം വി ആർ ഓൾ ലൈക്ക് മൈ ഫാമിലിയിൽ എല്ലാവരും വിജയ് സേതുപതി ഫാൻസാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആക്ടറാണ് വിജയ് സേതുപതി. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഈ പടം കാണാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. ആദ്യത്തെ ആ ഒരു 15-20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി ഈ പടത്തിൽ എന്തോ വലിയ കാര്യം തന്നെ നമുക്ക് തരാനുണ്ട്. ലൈക്ക് ഇറ്റ്സ് എ ബിഗ് ഷോട്ട് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. എന്നുവെച്ചാൽ ഞങ്ങൾ അത്രയും അവർ ഇൻവോൾവ് ചെയ്യിപ്പിച്ച് നെക്സ്റ്റ് എന്താണ്, അല്ലെങ്കിൽ കൊള്ളാലോ, ഇത് എങ്ങോട്ട് ഇതിൻ്റെ ഈ പോക്ക് പോകുന്നത് എന്ന് ഞങ്ങൾ ത്രില്ലടിപ്പിച്ച് വെച്ചേക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഈ പടം ഇരുന്ന് കണ്ടു. അതുമാത്രമല്ല, ഈ പടം കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലായിരുന്നു ഞങ്ങൾക്ക് കുറച്ച് ഗസ്റ്റുകൾ കയറി വന്നത്. ആൻഡ് വി ഹാഡ് ടു പോസ് പടം കണ്ട് പോസ് ചെയ്തിട്ട് ഞങ്ങൾ പോയിട്ട് ഗസ്റ്റുകളെ ഇൻവൈറ്റ് ചെയ്ത് അങ്ങനെ കുറച്ച് നേരം സ്പെൻഡ് ഒക്കെ ചെയ്തപ്പോഴും ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ ആയിരുന്നു ഇരുന്ന് ഈ പടം കാണുന്നത്. അപ്പം ഞങ്ങളിത് ഗസ്റ്റ് ഇരിക്കുമ്പോൾ ഞങ്ങളിങ്ങനെ രണ്ടുപേരും ഞങ്ങൾ തമ്മിൽ മുഖത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ട്, ദൈവമേ ഇവരെപ്പോൾ പോകും, ഞങ്ങൾക്ക് ആ പടം ബാക്കി. ഞങ്ങൾ രണ്ടുപേരുടെയും മനസ്സിൽ ലിറ്ററലി ആ പടം എങ്ങനെയെങ്കിലും ഒന്ന് കണ്ടു തീർക്കണം. ഞങ്ങൾക്ക് എന്താണ് ഇനി, ദൈവമേ ഇനി എന്തായിരിക്കും ഇവിടെ സംഭവിക്കുന്നത്. ഞങ്ങൾ അതിൻ്റെ ത്രില്ലിംഗ് മോഡിലാണ് ഞങ്ങളത് പോസ് ചെയ്യേണ്ടത് ഞങ്ങൾക്ക് വന്നത്. അപ്പം നിങ്ങൾ മനസ്സിലാക്കണം ദി എമൗണ്ട് ഓഫ് കണ്ടന്റ് ദേ ഹാവ് ഇൻ ദിസ് മൂവി. അങ്ങനെ അവസാനം അവർ പോയി, ഞങ്ങൾ പടം വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തു. ഞങ്ങൾ ബാക്കിയിരുന്ന് കണ്ട് ഇങ്ങനെ വരുമ്പം എൻ്റെ പൊന്നോ, വിജയ് സേതുപതി സാറൊക്കെ അഭിനയിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ലൈക്ക് എല്ലാ മൂവീസിലും പുള്ളിയുടെ അഭിനയം എല്ലാവർക്കും അറിയാം എന്തുമാത്രം മികച്ച അഭിനയമാണെന്നുള്ളത്. ദ സെയിം തിങ് ഹി ഹാസ് ഗിവൻ ഫുൾ ജസ്റ്റിസ് ആണ് ഈ ഒരു ക്യാരക്ടറിന് പുള്ളി പ്ലേ ചെയ്തേക്കുന്നത്. ഈ പടം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ സ്പോയിലറായിട്ട് ഇനിയും പറയാനൊന്നുമില്ല, എല്ലാവരും തന്നെ കണ്ടിട്ടുണ്ടാവും. കാരണം ഇത് നെറ്റ്ഫ്ലിക്സിലും കൂടി ഇറങ്ങിയ സംഭവമാണ്. അപ്പം എല്ലാവരും തന്നെ കണ്ടിട്ടുണ്ടാവും. ബട്ട് സ്റ്റിൽ ആ ഒരു പുള്ളിയുടെ അത്രയും ഡിയർ ആയിട്ടുള്ള ഒരു സംഭവം, ലൈക്ക് ഒരു ഒബ്ജക്റ്റ്, ഈ പടം എങ്ങനെയാന്ന് പറഞ്ഞാൽ ഒരു കാര്യം പുള്ളിയുടെ അടുത്ത് കാണുന്നില്ല. അപ്പം ഒരു വീട്ടിൽ നിന്ന് പുള്ളിയും പുള്ളിയുടെ ഫാമിലിയും ഭയങ്കര ഡിയർലി നോക്കി വെച്ചിരുന്ന ഒരു സംഭവം കാണാണ്ടായിട്ട് അവർ അതിന് വേണ്ടിയിട്ട് പോലീസിൽ ലൈക്ക് ഇത് ഒരു കേസ് ഫയൽ ചെയ്തിട്ട് അതിന് വേണ്ടി കയറി ഇറങ്ങുന്ന ഒരു മനുഷ്യന്റെ അവസ്ഥയും സമയവും ജീവിതകഥയാണ് ഈ പടം ഉള്ളത്. ഇതിൽ ചെറിയ ട്വിസ്റ്റ് ഒക്കെ ഉണ്ട്, ചെറുതല്ല നല്ല ട്വിസ്റ്റ് ഒക്കെ ഉണ്ട്. അത് ടു ദ ലാസ്റ്റ് നമുക്ക് അറിയത്തുള്ളൂ. അത് ഞാൻ പറയുന്നില്ല, ഫുൾ പടം ഡിസ്ക്രൈബും ചെയ്യാൻ പോകുന്നില്ല. കാരണം അത് മാം പറഞ്ഞല്ലോ, ഈ 2 വാക്കുകൾ എനിക്ക് തീർക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അപ്പം ഒരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് സ്ക്രിപ്റ്റ് ആയിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം എനിക്ക് എല്ലാവരുടെയും ക്യാരക്ടേഴ്സ്, ഇതിനകത്ത് അനുരാഗ് കശ്യപ് ഒക്കെ ഉണ്ട്. ഹി ഹാസ് ഓൾസോ ഡൺ എ വണ്ടർഫുൾ ജോബ് ഇൻ ദിസ് മൂവി. മമത മോഹൻദാസ് ഉണ്ട്, പിന്നെ അഭിരാമി ഉണ്ട് ഇതിനകത്ത്. മമത മോഹൻദാസിന് ഒരു ഫുൾ ഡോമിനന്റ് റോളൊന്നും അല്ല, ഷീ ഈസ് എ സ്കൂൾ ടീച്ചർ. അപ്പം പക്ഷെ അവരവരുടെ ഭാഗങ്ങൾ അവർ നല്ലപോലെ ചെയ്തിട്ടുണ്ട്. അഭിരാമിക്ക് പണ്ടുള്ള പിന്നെ പടത്തിലേക്കുള്ള ഒരു സോൾഫുൾ ആക്ടിങ് അത് സെയിം തന്നെയായിരുന്നു ഇതിലും ഉണ്ടായിരുന്നത്. ഇതിലും
മമത മോഹൻദാസിനെ പോലെ ലൈക്ക് ഒരു ഫുൾ ടൈം ക്യാരക്ടർ ഒന്നും അല്ല, ഫുൾ ടൈം മൂവിയിൽ വരുന്ന ആളല്ല. പക്ഷെ ഉണ്ടായിരുന്ന റോളുകൾ മമത മോഹൻദാസിനേക്കാളും കൂടുതലുണ്ടായിരുന്നു അഭിരാമി. ബട്ട് the way she acted and all was very nice. എനിക്ക് ഇപ്പോഴും വിജയ് സേതുപതിയുടെ ലൈക്ക് സാറിൻ്റെ തന്നെ ആക്ടിങ്ങിനെ പറ്റിയാണ് പറയാൻ തോന്നുന്നത്. കാരണം എനിക്ക് ഇപ്പോഴും പോയിരുന്ന പിന്നെ ഒന്ന് കണ്ടാലോ, ജസ്റ്റ് ആ അഭിനയം ഒന്ന് കാണാൻ വേണ്ടി. എന്ത് ഫിനിഷിംഗ് ആണ് ചെയ്യുന്നതിൽ. ആ ഒരു ഫാദറിൻ്റെ റോളാണ് പ്ലേ ചെയ്യുന്നത്. അപ്പം അവരപ്പൻ മോള് ബന്ധമൊക്കെ ഉണ്ട് ഇതിനകത്ത്. അപ്പം നമുക്ക് ഭയങ്കരമായിട്ട് അങ്ങ് കരച്ചിലൊക്കെ വരും ഈ പടത്തിൽ. അപ്പം അങ്ങനൊരു ഇതാണ്. അപ്പോൾ എല്ലാവരും പോയി കാണണം ഈ പടം. ഐ റിയലി റിക്വസ്റ്റ് എവ്രിബഡി ടു ഗോ സീ ദ മൂവി, എൻജോയ് ദിസ് മൂവി. കാരണം എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ഞാൻ കണ്ട ഒരു നല്ല പടം എന്ന് എൻ്റെ ഒരു ഇതിൽ ഞാൻ കാഴ്ചപ്പാടിലാണ് പറയുന്നത്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട് ഒത്തിരി ചിരിച്ചൊക്കെ ഉള്ളൊരു പടമായിരുന്നു പ്രേമലു. എന്ന് വെച്ചാൽ ചിരിച്ചെന്നല്ല, ഞാൻ ഒത്തിരി കണ്ടന്റ് തന്നൊരു പടമായിരുന്നു പ്രേമലു. എൻ്റെ ഒരു പെർസ്പെക്റ്റീവാണ് ഞാൻ ഈ പറയുന്നത്. അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് എൻജോയ് ചെയ്ത് കണ്ട പടം, ഈവൻ ദോ ഇറ്റ്സ് നോട്ട് എ കോമഡി മൂവി, കുറച്ച് ഞാൻ കണ്ട് ഐ ഫെൽറ്റ് ലൈക്ക് വെരി ഫുൾഫിൽഡ്, ലൈക്ക് ഒത്തിരി സൂപ്പർ ആയിരുന്നു എന്ന് തോന്നിയ ഒരു പടമായിരുന്നു മഹാരാജ. ഇപ്പം എൻ്റെ ഫീലിംഗ് എന്താണെന്നറിയോ, ഞാൻ ഈ ഒരു എക്സൈറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഈ ഒരു സന്തോഷം നിങ്ങളുമായിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഈ ആൾക്കാരൊക്കെ എന്തെങ്കിലും ചെറിയ കാര്യങ്ങളൊക്കെ സീക്രറ്റ്സ് ഒക്കെ വന്നിട്ട് ഇങ്ങനെ പറയുമല്ലോ, വേറെ ആരോടും പറയില്ല കേട്ടോ എന്ന് പറയുമ്പോഴും നമുക്കൊരു സമാധാനമില്ല കുറച്ച് പേരോട് പറയാതെ എന്ന പോലെയാണ് എനിക്ക് ഈ പടത്തിൻ്റെ കാര്യങ്ങൾ വന്നിട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തപ്പം ഐ എം ഫീലിംഗ് വെരി ഹാപ്പി. എനിക്കിന്ന് ഇനി സമാധാനമായിട്ട് കിടന്നുറങ്ങാം, ആ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ്. അപ്പം ജസ്റ്റ് ലൈക്ക് ഐ സെഡ്, ഇറ്റ്സ് എ വെരി ഗുഡ് മൂവി, ഡു വാച്ച്. And along with that, എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ do like, share, comment and press the bell icon. Bye bye.